എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ ആന്ധ്രാപ്രദേശിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, അങ്ങനെ തിരുപ്പതി വഴി നമ്മൾ വിജയവാഡയ്ക്കാണ് നമ്മൾ പോകുന്ന ആന്ധ്രയിൽ നിന്ന്. ഗൈസ് നോക്കൂ, അതിന് ശേഷം നമ്മൾ ഒറീസ കയറാതെ ചിലപ്പോൾ ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയട്ടെ. നമ്മൾ ഹൈവേ കൂടെയാണ് പോകുന്നത്. അതെ ഗൈസ് നോക്കൂ, ഞാനിപ്പം പറഞ്ഞു തരാം. ഒന്ന് മാപ്പ് നോക്കേണ്ട കാര്യമുണ്ട്. കിഡിലൻ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ജാർഖണ്ഡാണ് ഛത്തീസ്ഗഡാണ് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് നമുക്ക് കാണണം. കിലോമീറ്റർ ഹൗ മച്ച് 600 കിലോമീറ്റർ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വേണം. ഞാൻ അല്പനേരത്തെ ഇംഗ്ലീഷ് പറയാം. അതായത് ഇന്നലെ എല്ലാവരും വേണ്ട, അത് എല്ലാവർക്കും പറ്റൂല. ഗൈസ് നോക്കൂ, അതായത് അതല്ല, നമ്മളെ പോലെ തന്നെയാണ് കാണുന്നവരും, അത്രയ്ക്കൊന്നും അറിയത്തില്ല. ഗൈസ് നോക്കൂ, അപ്പം ഇന്നലെ എല്ലാവർക്കും ലിബിന്റെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നു മനസ്സിലായി. അങ്ങനെ ലിബിനാണ് ഇനിയും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ലിബിൻ വണ്ടി എടുക്കും. അപ്പോൾ നമ്മൾ യാത്ര നേരെ ഫ്രണ്ടിലേക്ക് പോകുവാണ്. അപ്പോൾ ലിബിന് നെഞ്ചടിക്കുക. ഗൈസ് ഇന്നലെ വണ്ടി അടിച്ച അഭിരാമിനെ വഴക്കുണ്ട്. അഭിരാമി 2 മണിക്കൂറത്തേക്ക് പിണങ്ങിപ്പോയിട്ടോ. അപ്പം നമുക്ക് നേരെ പോവാം. ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ വെച്ച് വണ്ടിയിലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു യാത്രയുടെ പ്രത്യേകത, നമ്മൾ കേരളം വിട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് പുറത്തുനിന്ന് ഒറ്റ ദിവസമാണ് ഭക്ഷണം കഴിച്ചത്. ബാക്കി ഇത്ര നേരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു ദിവസം ഭക്ഷണം കഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു ചേട്ടൻ കുറേ നേരമായി മാവും കൊണ്ട് വെറുതെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പുള്ളിക്കാർ ഇങ്ങനെ നോക്കും. ആ ചേട്ടൻ്റെ വിഷമം കണ്ടിട്ട് ഞങ്ങൾ ഒരു നേരം പുറത്തുനിന്ന് കഴിച്ചു പോയി, തെറ്റ് പറ്റിപ്പോയി. അതെ അല്ലേ? അപ്പം നമുക്ക് വണ്ടി എടുക്കാം. ലിബിനാണ് വണ്ടി എടുക്കുന്ന. ഒരു കാര്യം, ഈ ഹോളി ലാൻഡിൻ്റെ മൈക്കിന് എന്നാന്ന് അറിയത്തില്ല, ഇപ്പം റേഞ്ച് ഭയങ്കര കുറവാണ്. ഞാൻ നാട്ടിൽ നിന്ന് മറ്റേ റോഡിൻ്റെ ഇപ്പോൾ ഒരു പേന പോലത്തെ സാധനമുണ്ട്, അത് മേടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കാര്യങ്ങൾ നടന്നില്ല. എന്തായാലും ആട്ടെ, നമുക്ക് അടുത്ത മാസത്തോളം നമ്മൾ ഏതെങ്കിലും ടൗണിൽ എത്തുമ്പം ഇത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം വാങ്ങിക്കണം. അപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കമൻറ്റ് ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ വണ്ടി എടുക്കുക, വണ്ടി ഓടിക്കുക, നന്നായിട്ട് ഓടിക്കുക. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കര വണ്ടി അല്ല, എത്ര നേരം വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ആ പോവാ ഗൈസ്. ഗൈസ് ഫൈനലി അങ്ങനെ ലിബി വണ്ടി ഓടിക്കാൻ പോവാണ്. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആണ് ഈ ഓടിക്കുന്നത്, ഗ്രീൻ സ്ക്രീൻ ആണ്. ദിവിച്ചേട്ടന് സന്തോഷമായി, കാരണം പുത്തൻ ബലയുടെ ഗിയർ ബോക്സ് വരെയാണ് ലിബിൻ പറിച്ചെടുത്തത്. ഞാൻ ദീപചേട്ടനോട് പറഞ്ഞു 1000 ഞാൻ തന്നിട്ട് ഓടിക്കൊള്ളാം. ദീപചേട്ടൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടുവേ ഇന്നലെ ഒരാൾ പിണങ്ങിപ്പോയിട്ടോ. അതായത് ഞാൻ ഓടിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ രീതിയിൽ ഓടിക്കാതെ അവൾ അവളുടേതായ രീതിയിൽ ഓടിച്ചു. അപ്പം ഞാൻ അറിയാതെ തലയ്ക്കിട്ടൊരു കൊട്ട് കൊടുത്തു. എന്നാ വെച്ചോ. ഇതിന് ശേഷം അഭിരാമി ഓടിക്കുന്ന കേട്ടോ. അപ്പൻ്റെ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുപോയോ? അപ്പം വെച്ചുതരാം കേട്ടോ. അമ്പോ, ഇങ്ങോട്ട് നോക്കിയാലോ ലിബിനെ. ഓക്കെ, താങ്ക് യു. എന്താ തന്നു കേട്ടോ തിരിച്ച്. അപ്പം നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ്. അപ്രോക്സിമേറ്റ് നമുക്കൊരു 600 കിലോമീറ്റർ. നിനക്ക് ഇന്നൊരു 300 കിലോമീറ്റർ ഓടിക്കാൻ തന്നേക്കുവാണ്. സാവധാനം ഓടിച്ചാൽ മതി, ആവേശം വേണ്ട, പെതിയെ മതി. അപ്പം ലിബി ഓട്ടവും പരിപാടിയൊക്കെ തുടങ്ങിക്കോ. ഇച്ചിരി വെള്ളമൊക്കെ ഇപ്പോഴേ കുടിച്ചോ. ഇപ്പോഴേ ദാഹിക്കാൻ തുടങ്ങിയ കർത്താവേ. ദീദയുടെ എല്ലാ സൈഡും നോക്കണേ. ഫസ്റ്റ് ആ സൗണ്ട് ഉണ്ടോ ഫസ്റ്റിന്? റെഡി? വണ്ടി പോട്ടെ. വലിയ വണ്ടി പെതിയെ എടുത്താൽ മതി കേട്ടോ. നിന്റെ ഇഷ്ടം പോലെ ഓടിച്ചാൽ മതി. ഇത്ര നേരം ഒരു വണ്ടിയിലൊക്കെ എൻ്റെ പൊന്നു മോനെ, നിനക്ക് ഏതാന്ന് വെച്ചാൽ വെച്ച് തരാം. ഗൈസ് ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഒരുത്തന് ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്ത കേട്ടോ. ഇതാണോ? പിന്നെ ഇവൻ എന്നെ കൊണ്ട് രക്ഷയില്ല കേട്ടോ. ഇതാണോ മോനെ? എൻ്റെ കഷ്ടകാലത്തിന് അത് കറങ്ങുക മോനെ, അത് കറങ്ങുക. അതെ, അത് കറങ്ങുക. എടുത്തല്ലോ പിന്നെ പെതി എടുത്തോ കേട്ടോ. റൈറ്റ്, അല്പനേരത്തേക്ക് നീ ഡ്രൈവറും ഞാൻ കണ്ടക്ടറും ആയിരിക്കാം. എങ്ങനെയുണ്ട് ഓടിക്കാൻ? സൂപ്പർ. സെക്കൻഡ് ഇട്.
ക്ലച്ച് പിടിച്ച് അത് തന്നെ അത് തന്നെ പെതിയെ അങ്ങനെ തന്നെ ഇതാ അത് തന്നെ അങ്ങനെ പെതിയെ അത് തന്നെ പെതിയെ അങ്ങ് ഓടിച്ചു പൊക്കോ പെതിയെ തേട് ക്ലച്ച് വിട്ട് ലിബി അങ്ങനെ ഉറപ്പിക്കരുത് അത് തന്നെ പെതിയെ മോന് മാറ്റി തരാം ചേട്ടാ സ്റ്റീറിംഗ് ലോക്കായി കേട്ടോ സ്റ്റീറിംഗ് ലോക്കായി വണ്ടിയുടെ എങ്ങനെ ലോക്കായി ഇല്ലെന്നേ ഗൈസ് നോക്കൂ അങ്ങനെ സമയം ഇപ്പോൾ രാത്രി 1 മണി അതായത് പകലാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത് സത്യം എന്തെന്നാൽ നീ പറയുന്ന കേക്കില്ല കാരണം സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഞങ്ങൾക്ക് രാത്രിക്ക് മാറ്റേണ്ടി വന്നു ഞാനൊന്ന് പറയട്ടെ ഗൈസ് അതായത് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിൻ വണ്ടി എടുത്തതും 1.5 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിപ്പോയി പിന്നീട് അങ്ങോട്ട് നടന്നത് ഒരു ചരിത്ര സംഭവമായിരുന്നു ലിബിനും ദീപചാരനും കൂടെ ഒരു 35 കിലോമീറ്റർ ഞങ്ങൾ വേറൊരു കാറിന് ഞങ്ങൾ ലിഫ്റ്റ് അടിച്ചു പോയിട്ട് വേറൊരു ബസ്ഷോപ്പിൽ പോയിട്ട് മൊത്തം ഒരു 8-9 മണിക്കൂർ കൂടെ ചെയ്ത് എന്നിട്ട് അങ്ങനെ ഇവരൊരു സ്ഥലത്ത് പോയി അവിടെ ചെന്ന് ഒരാളെ കൂട്ടിക്ക് 35 കിലോമീറ്റർ പോയി തിരുപ്പതി പോയിട്ട് തിരുപ്പതിയിൽ നിന്ന് ഒരാളെ കൂട്ടി ഞങ്ങൾ 35 കിലോമീറ്റർ ഔട്ടറായിരുന്നു അവിടെ പോയി ആളെ കൂട്ടി ഞങ്ങളുടെ വണ്ടി ശരിയാക്കി അവരെ ഗ്യാരേജിൽ കൊണ്ടുപോയി നമ്മുടെ പിന്നെ ബോൾട്ട് ഇട്ടപ്പം 2 ബുഷും കൂടി ഇട്ടാൽ മറന്നു റിംഗും ബോൾട്ട് ഇട്ടപ്പം ചംചം മാറ്റാൻ മറന്നു അപ്പം ചംചമ്മി 2 കൂടെ മാറ്റുകയും ചെയ്തല്ലേ അപ്പം അതെല്ലാം മാറ്റി ഫൈനലി വണ്ടി റെഡിയാക്കി കൈ കിട്ടിയപ്പം രാത്രി 10 മണിയായി പിന്നെ രാവിലെ വെച്ച 10 മണിയായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആശയം കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് നേരെ നിൽക്കുന്നില്ല അപ്പൊ സ്റ്റിയറിംഗ് ഊരിയിട്ട് ആ സ്റ്റിയറിംഗ് കൂടെ ഞങ്ങൾ നേരെയാക്കി അപ്പോൾ അതിന്റെ സമയം പോയി ലാസ്റ്റ് രാവിലെ വെച്ച ഭക്ഷണം എല്ലാം വലിച്ചു പോയി അങ്ങനെ പട്ടണിയായി ഇപ്പം പട്ടണിയിലാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ 4 അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് അങ്ങനെ അഭിരാമിക്കും ലിബിനും വണ്ടി ഓടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ലിബിൻ ഓൾറെഡി കൈ തെളിഞ്ഞു അഭിരാമിയും കൂടെ മാത്രമേ കൈ തെളിയാനുള്ളൂ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അതിപ്പോൾ മാറിക്കിട്ടി അതായത് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതിനുള്ള ഒരു അതിപ്പോൾ ഏകദേശം ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നേരത്തെ ഏറ്റവും വലിയ കോമഡി അതല്ല പറഞ്ഞത് വളരെ ശരിയാണ് എന്നോട് വളരെ ക്രൂരമായിട്ട് അതല്ലത് അവിടുത്തെ സാധനം പൊട്ടിയില്ലോ ഇതിനെ കുറിച്ച് എനിക്കും എല്ലാം അറിയത്തില്ലല്ലോ ഞാൻ വിളിച്ചു വരാം എന്തോ എല്ലാം ലോക്കായി പോയി ഞാൻ കിടന്നു നോക്കിയിട്ട് കിട്ടില്ല മിണ്ടിയില്ല അങ്ങോട്ടൊന്നും ഓടിച്ചു നോക്കി വണ്ടി അറിയില്ല ഞാൻ ഇവരോട് എന്തോ സാധനം പൊട്ടിപ്പോയി ഞാനൊരു കാര്യം പറയാം നമ്മൾ തീരെ കഴിഞ്ഞ് നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം നിങ്ങളുടെ വാചക കസരത്ത് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസം ആദ്യം ലിബിനെ ഓടിച്ചു ഈ പ്രാവശ്യം ആദ്യം അഭിരാമിക്ക് കൊടുക്കുന്നു ഒരു 50 കിലോമീറ്റർ അഭിരാമി ഓടിക്കുന്നു അതിന് ശേഷം ലിബിൻ ഓടിക്കുന്നു ലിബിൻ ഏകദേശം ആവേശവും സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് മതി അപ്പോൾ നീ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിക്കോ അതല്ല വണ്ടി നമ്മൾ പണിത് റെഡിയാക്കി ഒരു ഇച്ചിരി RPM ഒക്കെ കയറ്റി ലെവലാക്കിയൊക്കെയാണ് നിർത്തിയാക്കുന്നത് ശരി RPM കൂട്ടി ഓടിച്ചാൽ വേറൊരു കാര്യമുണ്ട് RPM കൂട്ടി ഓടിച്ചാൽ നമ്മൾ തുടക്കക്കാർക്ക് നല്ല ആക്സിലറേറ്റർ കൊടുക്കേണ്ട കാര്യം വരില്ല ആക്സിലറേറ്റർ കൊടുക്കണമെന്നില്ല തന്നെ വണ്ടി പൊക്കോളും വണ്ടി ഓഫായി പോകില്ല ഗൈസ് അതായത് നമുക്ക് വണ്ടി നിങ്ങൾ എന്തുകൊണ്ട് നിർത്താത്തത് എന്ന് ചോദിച്ചു ഇത്ര ദിവസമായി ഡൈനാമിക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴല്ല റെഡിയായി വന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ വല്ലല്ലോ ഓഫാക്കി ഓണാക്കിയൊക്കെയാണ് വണ്ടികൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് വലിയ കുഴപ്പമോ കാര്യങ്ങളോ സംഭവങ്ങളില്ല ഉറക്കങ്ങൾ വരുന്നുണ്ട് അതിപ്പോൾ വണ്ടി കയറുമ്പോൾ തന്നെ മാറിക്കോളും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വേണ്ടി മറന്നു പണ്ട് കാലങ്ങളിൽ ഞാനും ലിബിനും ഓമിനിക്കും വെഞ്ചറിനൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് ചൂടെടുക്കുന്ന സമയത്ത് ഞങ്ങൾ കിടന്ന പോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കിയ സൂം ചെയ്തിട്ട് ആ ടാറ്റയുടെ മേലിലേക്ക് ഒരു ചേട്ടൻ കിടന്നുറങ്ങുന്നുണ്ടോ സത്യം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് എന്താ ഈ ഗതി എന്നൊക്കെ
പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിലൂടെ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ എന്ന് പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി. അല്ല, പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ കുറേ സംഭവങ്ങൾ അതേപോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവനെ. അന്ന് നമ്മൾ കൊതുക് ഉണ്ടായിട്ട് വണ്ടിയൊക്കെ തുറന്നിട്ട് ഓർമ്മയുണ്ടോ? നേപ്പാൾ പോയപ്പോൾ പോലീസുകാർ ഓടിച്ചിട്ട് തല്ലിയത് ഓർമ്മയുണ്ടോ? നേപ്പാൾ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊന്നും മറക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എന്തായാലും നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് തുടങ്ങാം. രാത്രിയിൽ ഇവർക്ക് കുറച്ച് നേരം വണ്ടി കൊടുത്തിട്ട് വേണം നിർത്താൻ വേണ്ടി. പപ്പയും മമ്മിയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മൈക്കിളോ നിൽക്കുവാണോ? ഇരുത്ത് കുറച്ച് നേരത്തേക്ക്. കിടന്നു. കിടന്നു. അപ്പം നമുക്ക് നേരെ തുടങ്ങാം. ദീപിച്ചേട്ടനും ഞാനും ഉണ്ട് സൈഡിൽ. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് കയറിക്കോ. പോകാം. താരറാണി കയറിയാലും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം പിണങ്ങുക, പിന്നെ മൊത്തം പ്രശ്നമാണ്. നമ്മുടെ അന്നം മുട്ടും. അതുകൊണ്ടാണ്. പോട്ടെ. കയറ് താരറാണി. നീ ഇരുന്നിട്ടേ നിന്റെ സീറ്റ് എങ്ങനെയാ, അതെങ്ങനെയാ, ഇതെങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റപ്പ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി ആ സമയത്ത് അതെവിടെയാ ഇതെവിടെയാന്ന് ചോദിച്ചാൽ ഇപ്പം കറക്റ്റാ. ചെരുപ്പൂരി ഇടണോ? ഉരിയിട്. ഞാൻ ആദ്യമായിട്ടാ പിന്നെ ബസ്സൊക്കെ ചെരുപ്പൂരിയിട്ട് ഓടിക്കണം എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി നിയമം പറയുവാണെങ്കിൽ നമ്മൾ ഷൂ ഇട്ടാ വണ്ടി ഓടിക്കാറുള്ളൂ. നമ്മൾ ആരും പാലിക്കുന്നില്ല. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ. ഇനി ഞാനും ദീപിച്ചേട്ടനുമാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വെച്ചാൽ രാവിലെ മുതൽ ഇവരെല്ലാവരും ഓടി നടക്കുമായിരുന്നു. ഇവൻ ഉച്ചയ്ക്ക് നൈസായിട്ട് ഞങ്ങളെ പറ്റി ചോറ് കഴിച്ചു. പക്ഷെ ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു. നല്ലായിരുന്നു. മോര് മാത്രം കടിച്ചാൽ മതി. ലാസ്റ്റിനെല്ലാം വലിച്ചു പോയി. ദീപിച്ചേട്ടൻ മിണ്ടൂല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പുള്ളി മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. മിണ്ടിക്കഴിഞ്ഞാൽ നിർത്തൂല. അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കണ്ട. അപ്പം അങ്ങനെ നമുക്ക് പോവാം. അപ്പം നമ്മൾ നേരെ പോവാണ്. ലിബി കോ ഡ്രൈവർ സീറ്റിൽ കയറിയോ? അമിത് എവിടെയാണ് കയറുന്നത്? അവൻ സംസാരിച്ചിട്ട് കാര്യമില്ല, ഒന്നും കിട്ടുന്നില്ല. മൈക്കെൻ്റെ കയ്യിലല്ലേ. അപ്പോൾ ദീപിച്ചേട്ടാ കോ ഡ്രൈവർ കയറിയോ? ഗൈസ് നോക്കൂ, ഫൈനലി രാത്രിയിൽ അങ്ങനെ രണ്ടുപേർക്കും വണ്ടി കൊടുക്കാൻ വേണ്ടി പോവാണ്. പകലും രാത്രിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും. ഭാഗ്യമുണ്ട് ഇന്ന് റോഡ് കാലിയായിരിക്കും. അപ്പോൾ ഇവർക്ക് കിലോമീറ്ററോളം ഓടിക്കാനും പറ്റും. ടോൾ കഴിഞ്ഞാൽ റോഡ് കാലിയാവിനെ. അങ്ങോട്ട് റോഡ് ഭയങ്കര കാലി. ടോളിന്റെ തിരക്കായത്. വന്ന് ഉറങ്ങുന്ന നോക്കി. നമ്മുടെ കുളന്ത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മൈക്കിളിനെ കാണാം. അവനെ ബേക്കോട്ട് കൊണ്ടുവരാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്തായാലും അഭിരാമി എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനും ദീപിച്ചേട്ടൻ എന്തിനും തയ്യാറായിട്ട് മറ്റേ ഔട്ട് പെറുക്കികൾ, മറ്റേ ഫുട്ബോളിന് ബോൾ പറക്കാൻ വേണ്ടി ഔട്ട് പെറുക്കികൾ നിൽക്കുന്നവർ നിൽക്കുവാണ്. ഇതാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. എടി എടുക്കടി, നീ എന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ഗൈസ് നോക്കൂ, ഓടിക്ക് ഫുള്ളടി. ആ മൂന്ന് നോക്ക്. മിണ്ടാണ്ടിരിക്കുന്ന ഇപ്പം കാണാം. അതാ ഇത്രയും ചേർത്താണോ നീ വണ്ടി എടുത്തത്? പെതിയ. എടുക്ക ഇൻഡിക്കേറ്റർ. അത് തന്നെ അഭിരാമിക്ക് അറിയാം. ഇപ്പൊ കുറച്ച് ഓരോ ടെപ്പം നമുക്ക് കാണാം. സെക്കൻഡ് ഗിയർ. പോട്ടെ. ഏത് ട്രാക്കിലാ? നടുക്കത്തെ. നീ ഇപ്പുറത്തെ ട്രാക്കിൽ ഓടിക്കടി. ഗൈസ് നോക്കൂ, ഫൈനലി കുറച്ച് ദൂരം ഇവർ ഓടിച്ചു. ഇതുവരെ കുഴപ്പമില്ല. ഒരു 100-ൽ 20% മാർക്ക് കൊടുക്കാം. അങ്ങനെ പറ്റൂല. 100 മാർക്ക് അടുത്ത ഗിയറിട്. പക്ഷെ ഒന്നങ്ങോട്ട് വെട്ടി മാറ്റി 0. ഗൈസ് നോക്കൂ, ഫൈനലി അഭിരാമി നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. നമുക്കൊരു എത്ര കിലോമീറ്റർ ഉണ്ട് ദീപിച്ചേട്ടാ മീറ്ററിൽ? 30-40? എത്രയുണ്ട്? 30. അഭിരാമിയോട് 8 ദീപിച്ചേട്ടൻ അറിയാതെ 8 പാടെന്ന് പറഞ്ഞു. ഞാനാണ് ഒരു ട്രിക്ക് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അവൾ അങ്ങ് അല്ല പിന്നെ തുടക്കം ഓടിക്കുന്ന ആൾക്കാരോട് ഓടിച്ചു കഴിഞ്ഞ് അല്ല പിന്നെ വോയിസ് ഇല്ല, അതുകൊണ്ടാണ്. അതല്ല, അത് കഴിഞ്ഞ് നീ ഓടിക്കാൻ അറിയത്തില്ലാത്തവരെ ഏതെങ്കിലും കാര്യം പെട്ടെന്ന് പഠിക്കൂല ഇവനെ. അവർ ഇത് പഠിപ്പിച്ച് കൊടുക്കുന്നവരും പകുതി, അതിൽ പഠിക്കുന്ന ആൾക്കാരെ പകുതി വെച്ചിട്ടാണ് ഓടിക്കേണ്ടത്. അല്ലാതെ പഠിച്ച ആൾക്കാർ അതേപോലെ ഓടിക്കാൻ പറ്റൂല. ഇത് എന്റെ ആശാൻ അങ്ങനെയാണ് എന്നെ ഇറക്കി വിട്ടത്, അറിയാമോ? പേടിച്ചിട്ടാ. എല്ലാരും എണീറ്റു നോക്കി. അമ്മ എവിടെ ഇരിക്കുന്ന നോക്കിയേ. ഇത് അപ്പൻ എണീറ്റ് വന്നു. ഇത് അമ്മ ഇരിക്കുന്ന എവിടെയാ നോക്കിയേ. മൈക്കിൾ മാത്രം പാല് കുടിച്ചു തുടങ്ങിപ്പോ കേട്ടോ. ശ്രദ്ധിച്ചു പോണം. ഇനി അപ്പുറത്തോട്ട് തട്ടി കൊടുക്ക. ചെറുതായിട്ട് അങ്ങോട്ട് കൊടുക്കുക. അത് തന്നെ കണ്ടോ. കുറച്ചും കൂടി കൊടുത്തേ. കണ്ടോ വണ്ടി തിരിച്ചു വന്നോ. പോട്ടെ. അങ്ങനെ ആയി നീളുമ്പോൾ നേരെയാക്കുക. ഏറ്റവും സുഖം പിന്നെ വണ്ടി രാത്രിയല്ല ഓടിക്കാൻ. ഒരു വണ്ടിയും പയ്യെ നിൽക്കും. ഹൈവേയില് ഓടിക്കാൻ ഏറ്റവും സുഖം രാത്രിയാണല്ലേ. 30-40 കിലോമീറ്ററിൽ എപ്പോഴും ഓടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാ എങ്ങോട്ടാ ഇടേണ്ട ഹാൻഡ് ബ്രേക്ക് ഏതാന്ന് ചോദിച്ചാൽ അറിയില്ലാത്ത എന്റെ അപ്പനായിരുന്നു.
അതറിയത്തില്ല, എല്ലാരും അഭിപ്രായക്കാരാ. അതറിയത്തില്ല. ഒരാളെ കൊല്ലാൻ കിട്ടിയ എല്ലാരും കൂടെ ഉണ്ടാവും. അഭിരാമിയുടെ സീരിയൽസ് കണ്ടു കഴിഞ്ഞാൽ IPS പരീക്ഷ എഴുതാൻ വേണ്ടി പോയി ഹോളിലിരിക്കുന്ന പോലെ. അല്ല, ഞാനും ഫസ്റ്റ് വണ്ടി എടുക്കാൻ വേണ്ടി പോയി. നിനക്കറിയാലോ, നടുറോട്ടിൽ നിന്ന് ഇട്ടിട്ട് ഓടിയതല്ലേ കൊച്ചിന്ന്. ഇനി അങ്ങോട്ട് ചെറുതായിട്ട് തട്ടിക്കൊടുക്കും. ശരിക്കും ഇങ്ങനെ ഇച്ചിരി കൂടെ ഒന്ന് കയറി ഒരു 60-70 പിടിച്ചാൽ മതി. കുറച്ചിങ്ങനെ ഓടി ഒരു 2-3 ദിവസം ഓടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏലാവും. അത് പിന്നെ കോൺഫിഡൻസ് ആവും, പിന്നെ ഓവർ കോൺഫിഡൻസ് ആവും അല്ലേ? അങ്ങോട്ട് തള്ളി കൊടുക്കുക, അങ്ങോട്ട് ചെറുതായിട്ട് കൊടുക്കടി, അങ്ങോട്ട് കൊടുക്കുക. അതായില്ല, അപ്പൊ കൈ ഇറക്കി, ഇവിടുത്തെ കൈ ഇറക്കുക. നിനക്ക് എബി പാസ് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം കേട്ടോ. റോഡിൽ ഓടിക്കാൻ പറ്റൂല. എങ്ങനെ റോഡിൽ ഓടിക്കാൻ പറ്റൂല, ഒപ്പിട്ട് കൊടുക്കുക. അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ. ഞങ്ങൾക്ക് ഓടാൻ അറിയാം കേട്ടോ. അഭിരാമിക്ക് 100 മീറ്ററിൽ ഫസ്റ്റ് ആയിരുന്നു. അതെ, നാക്കിന്റെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നാക്ക് ആർക്കായിരുന്നു? ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ അഭിരാമി ഒരു 20-30 കിലോമീറ്റർ ഓടിച്ചു കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനിയപ്പോൾ അടുത്തത് ലിബിനാണ് ഓടിക്കുക. ന്യൂട്രലാക്കാം, ന്യൂട്രൽ അത്രയും ചവിട്ടില്ല. ഇല്ലില്ല, ഗിയർ മറ്റേ ന്യൂട്രൽ. ഹാൻഡ് ബ്രേക്ക് വലിക്കുക, ഹാൻഡ് ബ്രേക്ക് താഴെ വലിക്കൂ. ഇപ്പൊ നിനക്ക് എന്നാ തോന്നുന്നേ? ഒന്നും തോന്നില്ല. അഭിരാമിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നുന്നു അല്ലേ? എടാ ഗൈസ് നോക്കൂ, ഫൈനലി എന്തായാലും പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അഭിരാമി എണീറ്റ് ബേക്കോട്ട് പെട്ടെന്ന് നോക്കോ. ലിബിനിലേക്ക് കൊടുക്കുക, ലിബിന് കൊടുക്കുക. കൊച്ചിനെ കൊണ്ടോണേ അഭിരാമി, ഇവിടെ കടത്തണ്ട ഇനി. അതായത് ലിബിന് വണ്ടി കൊടുക്കുക. പോവാ ഒരു 20 കിലോമീറ്റർ എന്റെ വണ്ടി ഒതുക്കും. 150 കിലോമീറ്റർ ഒന്നും ഓടിക്കാൻ നിന്റെ കണ്ണ് സമ്മതിക്കുന്നില്ല കേട്ടോ. കിലോമീറ്റർ നമുക്ക് തരില്ല. ആദ്യം നീ 5 കിലോമീറ്റർ ഓടിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ അഭിരാമി ഇറങ്ങി. ലിബിനാണ് ഇന്ന് യാത്ര, അതായത് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നെ കോഴിക്കോട്ടി മറ്റേ കുറുക്കം നോക്കുന്നില്ല, അങ്ങോട്ട് ഈ സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം. എന്നെ ക്ലച്ചും ബ്രേക്കോ അത് എവിടെയാണ്? ഒരു ഏലി പിടിക്കണ്ടായിരുന്നു രാത്രി. ഹാൻഡ് ബ്രേക്കിലെ വണ്ടി അറിയാലോ, താഴോട്ട്. ഇത് തിരുപ്പതി വിജയവാഡ റൂട്ടാണ്. ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോവാ. നമ്മളെപ്പോഴും കേൾക്കും, നമ്മൾ ഈ 3ാമത്തെ ഇത് കൂട്ടി പിടിച്ചാൽ മതി കേട്ടാ. വേറെ പരിപാടി ഒന്നുമില്ല. വണ്ടിയിൽ നമ്മൾ RPM കൂട്ടി 1000-ലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് കാലെടുക്കാൻ സൂക്ഷിക്കണം. നീ ഓടിച്ചോ, ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഓടിച്ചോ. വേറൊരു കേസുണ്ട്, അങ്ങനെ നമ്മൾ ആശ്രയിപ്പ് കൊടുക്കണ്ടല്ലോ. ഫസ്റ്റിലൊന്നും ഇട്ടിട്ട് വേണ്ട, ക്ലച്ച് എടുത്താൽ മതി. 2 വണ്ടി വരാം. ഹാൻഡ് ബ്രേക്ക് താത്ര ക്ലച്ച് പിടിച്ചിട്ട് 2 വണ്ടി പോകണ്ട. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ കൊല്ലം നീ ഓടിക്കലുണ്ടാവില്ല. എടുക്ക, ക്ലച്ച് പിടിക്കില്ല. പിന്നെ നീ എങ്ങനെ ബ്രേക്ക് ഓട്ടുന്നത്? ക്ലച്ച് എങ്ങനെയാണ് നീ കാലി ഓട്ടുന്നത്? അവിടെ ഫ്രണ്ട് ഭാഗം കൊണ്ട് ക്ലച്ച് ചവിട്ടോ. ഇവനെ 10 ചവിട്ടാവുള്ളൂ എല്ലാ സ്ഥലവും. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ലിവിന് ഹാൻഡ് ബ്രേക്ക് മൊത്തം പൊക്കി വെച്ചോ. മൊത്തം പൊക്കി വെച്ചോ, പൊത്തി വെച്ചു. ഇത് സീറ്റ് ബെൽറ്റ് ഇട, ഓരോന്നായിട്ട് ഇട. ആദ്യമായിട്ടല്ലേ രാത്രി ബസ് ഓടിക്കുന്നത്? പെതിയെ അഭിരാമിയുടെയാ? അതല്ലേ പറഞ്ഞ, ഞാൻ പറഞ്ഞില്ല അഭിരാമി ആദ്യം തോറ്റാന്ന് പറഞ്ഞേ. അങ്ങനെ ആറ്റമൊന്നും വേണ്ട. ഇപ്പൊ ന്യൂട്രല്ല. ഏത് ഗിയറിലാണ് വീണേ? ഫസ്റ്റിൽ എടുത്ത്. ഫസ്റ്റ് എടുത്തോ. ക്ലച്ച് കാലെടുത്തോ. ഇൻഡിക്കേറ്റർ അങ്ങോട്ട് ഇട്. നിന്റെ മുഖത്ത് തന്നെ നിന്നെ ആയാലും കടിക്കാൻ വരുവാണോ? പെതിയെ അത്രയൊന്നും ആക്സിഡന്റ് കൊടുക്കണ്ട. കാലെടുത്തോടാ. വീണു. ഇനി ഇത് ഓഫാക്ക്. സെക്കൻഡിലേക്ക് ഇട്. കാല് കൊടുക്ക്. പെതിയെ തേർഡിലേക്ക് ഇട്ടോ. ഇനി പെതിയെ ഉരുട്ടിപ്പോ. ഇത്ര സ്പീഡ് മതി, അതൊക്കെ ധാരാളം നിനക്ക് കേട്ടോ. പിടിച്ചോ. രാവിലെ ഉണ്ടല്ലോ ഇവന് ഞാൻ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി കൊടുത്താ. ഞാൻ നോക്കാൻ എല്ലാം ലോക്കായി പോയെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു പറ്റിക്കുന്നതായിരിക്കും. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഊരി നോക്കിയ ബെൽറ്റെല്ലാം വർത്താനം വേണ്ട, നീ ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചേ. അപ്പോഴേ ഇത് തുറന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബെൽറ്റ് എല്ലാം പൊട്ടി. അപ്പോൾ എനിക്കറിയാം ബെൽറ്റ് പൊട്ടിയത്, കാരണം ട്രാവലർ അങ്ങനെ സംഭവിക്കാണ്. ഇനി എത്രാമത്തെ ഗിയർ ഇടാൻ പോകുന്നത്? 4ാമത്തെ. ഇട ന്യൂട്രൽ. എങ്ങോട്ടാണ് ഇടുന്നത്? 4ാമത്തെ ഗിയർ. ഇങ്ങോട്ടല്ലേ പോണ്ടേ? 4. പോട്ടെ.
പോട്ടെ എല്ലാവരും ലോറിയുടെയും ബസ്സിന്റെ എല്ലാം ഫ്രണ്ട് സൂര്യൻ പോലെ ജ്വലിച്ചു നിൽക്കും അല്ലേ? അതെന്താണെന്നറിയാം, ലൈറ്റാ ഇത് വഴിവിളക്ക് ചില സ്ഥലത്ത് ഇല്ലവന്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഓടിക്കണ്ട വണ്ടി. അതുകൊണ്ടാണ് അവർ എക്സ്ട്രാ ലൈറ്റ് കയറ്റുന്നത്. നമുക്ക് വിജയവാഡയ്ക്ക് ഇനി 375 കിലോമീറ്റർ ഉള്ളു കേട്ടോ. രാവിലെ 500 സംതിങ് ഉണ്ടായിരുന്നു. നമ്മൾ എത്രയൊക്കെ ഓടി. അഭിരാമി ഓടിച്ചു, അപ്പനൊക്കെ വന്നായിരുന്നു. ഇപ്പൊ ലിവിൻ ഓടിക്കുന്നുണ്ട്, അപ്പനും ആരും വരാനില്ല. എന്തെല്ലാം പോയാ കാറി ഓടി വന്നു അതിന്റെ ബ്രേക്ക് അഭിരാമിയാ. അത്രയൊന്നും സ്പീഡ് ഓടിക്കണ്ട കേട്ടാ, കൈ തെളിയട്ടെ. ഗൈസ്, ഇത്രയും കാലിക്ക് ഇനി റോഡ് കിട്ടത്തില്ല. 80 കിട്ടൂല, ഇനി കിട്ടും. ഒരു 1 മണി 2 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഏകദേശം വണ്ടികളൊക്കെ ഒതുക്കൂന്നേ. നാളെ ഇതേ സമയം വണ്ടി ഓടിക്കാൻ തന്നെ. അപ്പൊ ഈ രാത്രി സമയങ്ങളിൽ ഇവർക്ക് ഓടിക്കാൻ ഭയങ്കര സുഖമായിരിക്കും, മനസ്സിലായോ? പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒന്ന് എക്സ്പ്രസ് റോഡാണ് ഇതിലും സുഖം. രാത്രി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല, പിന്നെ പൈസ കൊടുക്കേണ്ട കാരണമില്ലേ, ആരും കയറുമില്ല എക്സ്പ്രസ് റോഡിനകത്ത്. ഇപ്പം ഡ്രൈവർമാരെല്ലാം വണ്ടി ഒതുക്കി കിടന്ന് കാണട്ടെ. ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കാണും. ഈ വണ്ടി ആദ്യമായിട്ടായിരിക്കും ഇത്ര സ്പീഡിൽ ഇങ്ങനത്തെ സ്ഥലത്തോടൊക്കെ പോകുന്നത്. സത്യം ഭയങ്കര സ്പീഡാണ്. 84 ഇല്ല 80 ഇപ്പൊ ഓടുന്നത്. അപ്പൊ ഇല്ല, ക്യാമറ 34 80 ഓടുന്നത്. ഗൈസ്, ഫൈനലി വണ്ടി നിർത്തി. മേളിലൊക്കെ ഓരോരുത്തരും നല്ല ക്ഷീണമാണ്. ഭക്ഷണം വെച്ച പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും പപ്പയും ലിബി വന്ന് നടക്കണം. പപ്പ മൂത്രമൊക്കെയാണ് പോയി. ലിബി അമിത് കിടന്ന്. ലിബിനാണ് ഇപ്പം ക്യാമറ പിടിക്കുന്നത്. ദീപിച്ചേട്ടൻ ഫ്രണ്ടിലുണ്ട്. അപ്പം നാളെ ഒരു കിടിലൻ വീഡിയോ കാണാം. അതിന് മുമ്പ് ഡോർ 2 ലോക്ക് ചെയ്യണ്ടേടാ. ഡോർ ലോക്ക് ചെയ്യണം. ഇന്ന് കിടക്കുന്ന റോഡില്ല, പെട്രോൾ പമ്പിൽ നിന്നെല്ലാം നമ്മൾ ഇറക്കി വിട്ടു. അതെ അല്ലേ? ഓക്കെ. സമയത്ത് അമ്മയുടെ സ്ഥാനത്ത് കിടന്നത് കേട്ടോ. അമ്മയാണ് ഏറ്റവും അടിയിൽ കിടക്കുന്നത്. അമ്മ ഉറങ്ങിയോ? എങ്ങനെയുണ്ട്? ഇനി അപ്പൻ ഇവിടെ കിടക്കും, അതുപോലെ ഞാനിവിടെ കിടക്കും. അതേസമയത്ത് അമിത് അവിടെ മേളിൽ കിടക്കുന്നുണ്ട്. അഭിരാമി ഓൾറെഡി അവിടെ ഉറങ്ങി. അല്ലേ? പിന്നെ ഇനിയും ഈ കർട്ടനൊക്കെ മാറ്റണ്ടേ? അത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ, ചേട്ടാ എല്ലാവരും ഇന്ന് സമയം പോകാൻ ഉറങ്ങി. അതായത് നമ്മൾ തന്നെ എല്ലാ പരിപാടി എടുക്കണം. പെട്ടെന്ന് ഓരോ കർട്ടനെ അങ്ങോട്ട് അടച്ചു തുടങ്ങിയോ ചേട്ടാ? അല്ലെ ആൾക്കാർ രാവിലെ എത്തി വലിഞ്ഞ് നോക്കും. ആദ്യം തന്നെ ആ കർട്ടൻ അങ്ങ് മൂടിക്കോ ഫ്രണ്ടിലത്തെ. ഇല്ല, പോകുന്നില്ല. അതിനാ എന്താ ഇപ്പോൾ സ്റ്റെപ്പ് പറഞ്ഞേ? താത്തിക്കോ വീഡിയോയില. ഗൈസ്, ഓരോന്നോരോന്ന് തീച്ചേട്ടാ. ആ കർട്ടൻ വിരിക്കുക. തീച്ചേട്ടാ, ഈ ഒരു കർട്ടൻ ഇത് അടുത്ത അത്. അപ്പോൾ ആ കർട്ടൻ കൈയോടെ കർട്ടൻ എല്ലാം കൈയോടെ അടയ്ക്കുക. അയ്യോ, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലത്തെ കർട്ടനാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നെ തലക്ക് കിട്ടിയ ഫാങ് ഉണ്ടോ? ഇല്ല, ഫാങ് ഉണ്ടോ ചെറുതായിട്ട്? ഉറക്കം പോയല്ലോ. ഇല്ലേ? ഒറ്റയടിക്ക് ജനറേറ്ററും കൂടെ ഇടണോ? എന്നാൽ ജനറേറ്ററും കൂടെ ഇട്ടാലേ. നിങ്ങൾക്ക് നല്ല തണുപ്പുണ്ട്, ബേക്കിൽ തണുപ്പില്ല.